വിഷ്ണുവിന്റെ അച്ഛനെ ചൂണ്ടിക്കാട്ടി സത്യഭാമ പറയുകയാണ്, ദേ കണ്ടോ, നിനക്ക് ജന്മം തന്ന മനുഷ്യനാണത്. ഒരു കുഴപ്പവുമില്ലാതിരുന്ന മനുഷ്യൻ. അദ്ദേഹത്തെ ഇന്നീ നിലയിൽ എത്തിച്ചത് ആരാണെന്ന് ഓർമ്മയുണ്ടാകുമല്ലോ നിനക്ക്. എന്താ ഞാൻ ഇനി അതും വിശദീകരിക്കണോ? വീണ്ടും കാണിക്കുന്നത് അന്നുണ്ടായ സംഭവമാണ്. വീണ്ടും വസുമതിയുടെ വീട്ടിൽ അകത്ത് മുറിയിൽ വീണ പ്രീതിയെ പരിശോധിക്കാൻ ഡോക്ടർ. പുറത്തെല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ ഡോക്ടർ പറയുകയാണ്, പേഷ്യന്റിന് കുഴപ്പമൊന്നും ഇല്ല, പക്ഷേ അബോഷനായി പോയി. ഇത് കേട്ട് എല്ലാവരും അമ്പരക്കുകയാണ്. ഡോക്ടർ പറയുകയാണ്, അതിനി ഒന്നും ചെയ്യാനില്ല. ഐ ആം സോറി. പെട്ടെന്ന് വിഷ്ണുവിന്റെ അച്ഛൻ കൈയും കാലും ഒക്കെ വിറച്ച് താഴേക്ക് വീഴുകയാണ്. അങ്ങനെയാണ് വിഷ്ണുവിന്റെ അച്ഛൻ ഇന്ന് വീൽ ചെയറിലുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. വീണ്ടും കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടുമുറ്റം തന്നെയാണ്. സത്യഭാമ പറയുകയാണ്, നട്ടെല്ലുറപ്പോടെ ഈ നാട് മുഴുവൻ ഭരിച്ചിരുന്ന എന്റെ രാഘവേട്ടനെ 4 ചക്രമുള്ള കസേരയിലേക്ക് ഇവൻ തളച്ചിട്ടു. അത്രയും പറഞ്ഞ് അർജുൻ നേരെ കൈ ചൂണ്ടി കോപം കൊണ്ട് ജ്വലിക്കുകയാണ് സത്യഭാമ. വയറ്റിൽ താലി കെട്ടിയ പെണ്ണിന്റെ വയറ്റിൽ കുരുത്ത കുഞ്ഞിനെ കുരുതി കൊടുത്തു ഇവൻ മാപ്പ് പറയണം. നിന്റെ മകളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേ പറ്റൂ. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിന്നും പ്രീതിയുടെ അടുത്തേക്ക് എത്തുകയാണ് അർജുൻ. അതിനുശേഷം പ്രീതിയുടെ കാൽ പിടിക്കാനായി താഴേക്ക് കുനിയുകയാണ് അർജുൻ. പക്ഷെ പെട്ടെന്ന് അർജുൻ തന്നെ അമ്മയുടെ വാക്കുകൾ ഓർക്കുകയാണ്. മാപ്പ് പറയരുത്. ഭാര്യയെ ഭർത്താവ് തല്ലുന്നത് ഈ ലോകത്ത് ആദ്യമായിട്ടൊന്നും അല്ല. അതിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇതൊന്നും നമ്മുടെ തെറ്റുകൊണ്ടുണ്ടായതല്ല. നാളെ ഇതിന്റെ പേരിൽ നീ മാപ്പ് പറഞ്ഞെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ചതിന്റെയും പിന്നെ ഇത്രയും കാലം പോറ്റിയതിന്റെയും കണക്കങ്ങ് മാറ്റിവയ്ക്കും ഞാൻ. പിന്നെ ഈ പെറ്റമ്മയും പെങ്ങളെയും നിനക്ക് ജീവനോടെ കാണേണ്ടി വരില്ല. അത് നിനക്ക് ഉറപ്പിക്കാം. പെട്ടെന്ന് കൈകൾ പിറകോട്ട് വലിച്ച് എഴുന്നേൽക്കുകയാണ് അർജുൻ. കണ്ട് സത്യഭാമ പറയുകയാണ്, കണ്ടോടി, കാണുന്നുണ്ടോ നീ? അവന്റെ കൈയും നിന്റെ കാലും തമ്മിൽ എത്ര ദൂരം വ്യത്യാസമുണ്ട്? ജസ്റ്റ് ഒരടി, കഷ്ടിച്ച് ഒരടി മാത്രം. പക്ഷേ ആ ഒരടി ദൂരം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലെ അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും എല്ലാം കൂടി ചേർന്നതാണ്. ആണെന്ന അഹങ്കാരം, ഭർത്താവെന്ന ധിക്കാരം, ജന്മന അവന്റെ അമ്മ അവനെ ഊട്ടി വളർത്തിയ ധാർഷ്ട്യം. അത് ഭേദിച്ച് നിന്റെ അടുത്തേക്ക് വരാൻ അവനെ കൊണ്ട് ഒരു കാലത്തും കഴിയില്ല. ഒരു കാലത്തും എന്ന ദേഷ്യത്തോടെ പറയുകയാണ് സത്യഭാമ. നേരവും പ്രീതി അവിടെ നിന്ന് തന്നെ കരയുകയാണ്. കസേരയിൽ നിന്നും എഴുന്നേറ്റ ശേഷം അർജുനോട് സത്യഭാമ പറയുകയാണ്, ഇവിടെ ഒരു മനുഷ്യജീവി ചക്ര കസേരയിൽ ഇരുന്നു കൊണ്ട് ഗ്രഹിക്കുന്നതും മറ്റൊരു കുഞ്ഞു മനുഷ്യാത്മാവ് ആകാശത്തേക്ക് പറന്നുപോയതും നിന്റെ തെറ്റാണെന്ന് ഇപ്പോഴും തോന്നുന്നില്ലേ നിനക്ക്? തോന്നുന്നില്ലേ വക്കീലേ എന്ന് ഉറക്കെ ചോദിക്കുകയാണ് സത്യഭാമ. ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്നും പടിയിറങ്ങുകയാണ് അർജുൻ. പ്രീതിയെ നേരെ പിടിച്ചു നിർത്തിയിട്ട് ദേഷ്യത്തോട് സത്യഭാമ പറയുകയാണ്, ഇനി ആ ധിക്കാരിയെ ചൊല്ലി നിന്റെ ഒരു തുള്ളി കണ്ണുനീര് ഇവിടെ വീഴുന്നത് കണ്ടാൽ പിന്നെ നീ ഭസ്മമാണ്, ഭസ്മം. അത്രയും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ ബുള്ളറ്റുമായി എത്തിയിരിക്കുകയാണ് ശാലിനി. ഇൻസ്പെക്ടറുടെ മുൻപിലിരിക്കുകയാണ് ശാലിനി. ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, ഈ വണ്ടി എവിടെ നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത്? അത് ഗണപതി കോവിലിന്റെ അടുത്തു നിന്നും റോഡിൽ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു സാർ. താക്കോലും അതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ചുറ്റും ഒറ്റ മനുഷ്യരില്ല. അപ്പോ അതിലെ പോയ ഏതെങ്കിലും കള്ളന്മാരുടെ കയ്യിൽ വണ്ടി കിട്ടിയിരുന്നെങ്കിൽ പീസായിട്ട് അതിന്റെ പാർട്സ് ഇപ്പൊ തന്നെ നാഗർകോവിൽ എത്തിയേനെ. ഇൻസ്പെക്ടർ പറയുകയാണ്, കുട്ടി ചെയ്തത് ഒരു വലിയ കാര്യമാണ്. മോഷണം പോകാതെ ഇത് പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തിച്ചല്ലോ. അതിനുശേഷം കോൺസ്റ്റബിളിനോട് ഇൻസ്പെക്ടർ പറയുകയാണ്, ആ ജബ്ബാറെ, പുറത്തൊരു ബുള്ളറ്റ് ഇരിപ്പുണ്ട്. അതിന്റെ ഒരു നമ്പർ നോട്ട് ചെയ്ത ശേഷം ആരുടേതാണെന്ന് നോക്ക്. എന്നിട്ട് ആളിനെ വിളിച്ചു വരുത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. അതിനുശേഷം ശാലിനിയോട് പറയുകയാണ്, ഇനി കുട്ടിയുടെ അഡ്രസ്സ് കൂടി ഇവിടെ കൊടുത്തേക്ക്. അതെന്തിനാ സാർ എന്റെ അഡ്രസ്സ്? ഒരു സാധനം കൈമാറിയതല്ലേ, എല്ലാത്തിലും ഒരു രേഖ വേണം, അത്രേ ഉള്ളൂ. അതിനുശേഷം കാണിക്കുന്നത് റോഡരികിൽ ബുള്ളറ്റ് കാത്തു നിൽക്കുന്ന വിഷ്ണുവിനെയും കൂട്ടുകാരെയുമാണ്. എത്ര നേരമായി ആ കൊച്ചിവിടെ വരുമെന്നും പറഞ്ഞ് ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ദാസം പറയുകയാണ്, അതെ അതെ, അമ്മ വിളിച്ചപ്പോൾ മിമിക്രിയും മോണാക്റ്റുമൊക്കെ കാണിച്ച് ബുള്ളറ്റിന്റെ ശബ്ദമങ്ങ് കേൾപ്പിച്ചു. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ബുള്ളറ്റ് മാജിക്കിലൂടെ കാണിച്ചു കൊടുക്കുമോ? കമലം പറയുകയാണ്, ആശാനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് തേപ്പ് തന്നെയാണ്, നല്ല ഉഗ്രൻ തേപ്പ്. ബുള്ളറ്റും കൊണ്ട് അവളങ്ങ് പോയി എന്ന് വിചാരിച്ചാൽ മതി. അതിനുശേഷം നമ്പർ നോട്ട് ചെയ്യുകയാണ് കോൺസ്റ്റബിൾ. വണ്ടി നമ്പർ കണ്ടപ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ്, ഷെടാ, ഇത് നമ്മുടെ വിഷ്ണുവിന്റെ ബുള്ളറ്റ് അല്ലേ? അതിനുശേഷം വിഷ്ണുവിനെ ഫോൺ വിളിക്കുകയാണ് കോൺസ്റ്റബിൾ. കമലനെയാണ് കോൺസ്റ്റബിൾ ഫോൺ വിളിക്കുന്നത്. കമല, നമ്മുടെ വിഷ്ണുവിന്റെ ബുള്ളറ്റ് എവിടെ ഉണ്ടോ? കമലൻ പറയുകയാണ്, ഇല്ല സാറേ, എന്താ പ്രശ്നം? എന്നാൽ അത് ഇവിടെയുണ്ട്, പോലീസ് സ്റ്റേഷനിൽ. പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ചോദിക്കുകയാണ് കമലൻ. ശേഷം ഫോൺ സ്പീക്കറിലിട്ട ശേഷം കമലൻ പറയുകയാണ്, പറയൂ സാറേ, ഞാൻ മുഴുവനും കേട്ടില്ല. ഒരു പെൺകുട്ടിയാണ് ആ ബുള്ളറ്റ് ഇവിടെ കൊണ്ടുവന്നത്. വണ്ടി ആരുടേതാന്ന് വെച്ചാൽ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞു ആ കുട്ടി. അപ്പോ എങ്ങനെയാ വേണ്ടത്? ബുള്ളറ്റ് അങ്ങോട്ട് കൊടുത്തിടണമോ അതോ വിഷ്ണുവിനോട് പറഞ്ഞെന്ന് പറയുമ്പോൾ കമലൻ പറയുകയാണ്, അത് മതി സാറേ, വിഷ്ണു ആശാനും ഞങ്ങളും അങ്ങോട്ട് വന്ന് വണ്ടി എടുത്തോളാം. ഇല്ല സാറേ, ആ പെൺകുട്ടി ഇപ്പോഴും അവിടെ തന്നെയുണ്ടോ അതോ പോയോ? ഉണ്ടല്ലോ, ആ കുട്ടി ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങള് ദേ വന്നു സാറേ, അവളെ ഒന്ന് നേരിട്ട് കണ്ട് നന്ദി പറയാമല്ലോ, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ശാലിനിയോട് കോൺസ്റ്റബിൾ പറയുകയാണ്, അവരെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോൾ ഇങ്ങെത്തും.
അതിനുശേഷം സ്റ്റേഷനിലേക്ക് എത്തുകയാണ് വിഷ്ണുവും കൂട്ടുകാരും. പുറത്തേക്ക് ഇറങ്ങി വരുന്ന ശാലിനി പെട്ടെന്ന് കാണുന്നത് വിഷ്ണുവിന്റെ കൂട്ടുകാരെയാണ്. ശാലിനി അന്ന് ചായക്കടയിൽ വെച്ച് കമലന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതൊക്കെ ആലോചിക്കുകയാണ്. പണി എന്ന് കമലൻ പറയുമ്പോൾ ദാസൻ പറയുകയാണ്, പണി പാളക തന്നെ വേണം, നീ പറഞ്ഞതല്ലേ ആ കുട്ടി മൊത്തത്തിൽ തേപ്പാണെന്ന്. പെട്ടെന്ന് കമലൻ തിരിഞ്ഞു പോവുകയാണ്. അത് കണ്ട ശാലിനി പറയുന്നു, ഡോ നിക്കടോ അവിടെ. ശേഷം കമലന്റെ ഉടുപ്പിന്റെ കോളറിന് പിടിച്ചു കൊണ്ടുപോവുകയാണ് ശാലിനി. കണ്ട് കോൺസ്റ്റബിൾ വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ന്റെ മുൻപിൽ കമലിനെ കൊണ്ട് ചെന്നിട്ട് ശാലിനി പറയുകയാണ്, റൗഡിയ സാറേ ഇവൻ, സ്റ്റേഷനെടുത്ത് വീടൊഴിപ്പിക്കാനും ആൾക്കാരുടെ കൈയും കാലും തല്ലി ഒടിക്കാനും നടക്കുന്നവൻ, ഇവനെ പിടിച്ച് സാറങ്ങ് അകത്തേക്കിട്ടേക്ക്. ഇത് കേട്ട് കോൺസ്റ്റബിൾ വിഷ്ണുവിനെ നോക്കുകയാണ്. വിഷ്ണു ആയിക്കോട്ടെ എന്ന് ആംഗ്യം കാണിക്കുകയാണ്. ഇത് കണ്ടിട്ട് കോൺസ്റ്റബിൾ ചോദിക്കുകയാണ് ദേഷ്യപ്പെട്ട്, ഇതെന്താ ഗുണ്ടായിസമോ? നാട്ടിൽ പോലീസും കോടതിയും ഒന്നും ഇല്ലെന്നാണോ നീ വിചാരിച്ചത്? ഞാൻ കാണിച്ചു തരാന്നും പറഞ്ഞ് കമലിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് കോൺസ്റ്റബിൾ. നേരം ഇക്ക ദാസനോട് ചോദിക്കുകയാണ്, എന്നാലും ദാസ അത് വേണമായിരുന്നു. അന്നേരം ദാസൻ പറയാണ്, എന്തായാലും അവൻ ഏട്ടത്തിയമ്മയെ കുറ്റം പറഞ്ഞതല്ലേ. ഏട്ടത്തിയമ്മ എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറയുകയാണ് ദാസൻ. എന്റെ ഇക്ക വിഷ്ണു ആശാന്റെ ഭാര്യ നമുക്കാരാ? ആ ഏട്ടത്തി എന്നും പറയാം. അതാണ് പറഞ്ഞത് ഏട്ടത്തിയമ്മ എന്ന്. ഇതൊക്കെ കണ്ട് നാണിച്ച് സന്തോഷം നിൽക്കുകയാണ് വിഷ്ണു. അതിനുശേഷം വിഷ്ണുവിനെയും ബാക്കി കൂട്ടരെയും ശ്രദ്ധിക്കാതെ നടന്നു പോകുന്ന ശാലിനി പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ബുള്ളറ്റിന്റെ അടുത്തേക്ക് വരികയാണ്. ബുള്ളറ്റിന്റെ അടുത്ത് വന്ന് ബുള്ളറ്റ് തലോടിയിട്ട് ശാലിനി പറയുകയാണ്, ഒരാവശ്യത്തിന് സഹായിച്ചതല്ലേ, ഒരിക്കലും മറക്കില്ല. ഇത് കണ്ട് പരസ്പരം നോക്കുകയാണ് ദാസനും ഇക്കായും. ശേഷം ശാലിനി പുരികത്തു നിന്നും കരിയെടുത്ത് ബുള്ളറ്റിന്റെ ഗ്ലാസിൽ എഴുതുകയാണ്. താങ്ക് യു എന്നതിന് ശേഷം ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കുകയാണ് ബുള്ളറ്റിന് ശാലിനി. ഇതൊക്കെ കണ്ട് സന്തോഷം നിൽക്കുകയാണ് വിഷ്ണു. അതിനുശേഷം ശാലിനി അവിടെ നിന്നും പോവുകയാണ്. ശാലിനി പോയ ശേഷം എന്താണ് എഴുതിയേക്കുന്നതെന്ന് അങ്ങോട്ട് പോയി നോക്കുകയാണ് വിഷ്ണുവും കൂട്ടുകാരും. എഴുതിയിരിക്കുന്നത് മനസ്സിലാകാതെ വിഷ്ണു ദാസനോട് ചോദിക്കുകയാണ്, എന്തുവാടാ ഈ എഴുതി വെച്ചിരിക്കുന്നത്? ദാസൻ പറയുകയാണ്, അത് ഇംഗ്ലീഷാണ് ആശാനെ. ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, ഇംഗ്ലീഷിന്റെ കാര്യം നീ എന്നോട് മിണ്ടരുത്. ABCD പഠിക്കാൻ പറഞ്ഞതിനാണ് ഞാൻ മാഷിന്റെ മുട്ടില് മാലപ്പടക്കം വെച്ച് പൊട്ടിച്ചത്. ഇപ്പോഴാണ് അവന്റെ എന്ന് പറയുമ്പോൾ ഇക്ക പറയുകയാണ്, എന്നാലത് വിട്ടേക്ക് വിഷ്ണു. എന്നാലും അതല്ലേക്ക, അവൾ എഴുതിയതല്ലേ, അതെന്താണെന്നൊന്നും അറിയണ്ടേ. പെട്ടെന്ന് ദാസൻ പറയാണ്, ഐ ലവ് യു. അങ്ങനെയാണ് ആശാനെ. അത് കേട്ട് സ്വയം മതിമറന്ന് സന്തോഷിക്കുകയാണ് വിഷ്ണു. ഐ ലവ് യു എന്ന് സ്വയം പറഞ്ഞ് ചിരിച്ച് സന്തോഷിക്കുകയാണ് വിഷ്ണു. അന്നേരം കാണിക്കുന്നത് ശാലിനി തിരികെ വരികയാണ്. എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോൾ വിഷ്ണു തിരിഞ്ഞു നോക്കുകയാണ്. അതിനുശേഷം താക്കോൽ വിഷ്ണുവിന്റെ നേരെ നീട്ടിയിട്ട് ശാലിനി പറയുകയാണ്, ബൈക്കിന്റെ കീ താക്കോൽ. താക്കോലിനോടൊപ്പം ശാലിനിയുടെ കൈയും ചേർത്ത് പിടിച്ചിട്ട് വിഷ്ണു പറയുകയാണ്, ബൈക്കിന്റെ മാത്രം താക്കോലല്ലോ, അല്ലല്ലോ, എന്റെ ഹൃദയത്തിന്റെ കൂടി കീ അല്ലേ. ഐ ലവ് യു എന്ന് എഴുതി വെച്ചത് ഞാൻ കണ്ടില്ല എന്നാണോ വിചാരം? അതിനുശേഷം ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ് വിഷ്ണു. പെട്ടെന്ന് ശാലിനി വിടവിടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണു കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കോൺസ്റ്റബിളിനെയാണ്. ഇത് കണ്ട് ദാസനും ഇക്കായും ചെന്ന് പറയാണ്, ഡാവാ എങ്ങനെയെങ്കിലും അതൊന്ന് പിടിച്ചു മാറ്റാം. ആശാനെ വിട ആശാനെ എന്നും പറഞ്ഞ് കോൺസ്റ്റബിളിൽ നിന്നും വിഷ്ണുവിനെ പിടിച്ചു മാറ്റുകയാണ് ദാസനും ഇക്കായും. വിഷ്ണു പറയാണ്, അയ്യേ ഇയാളായിരുന്ന ഛേ. കോൺസ്റ്റബിൾ പറയുകയാണ്, പെരുമ്പാമ്പ് പിടിച്ചതുപോലെ ആയല്ലോ, എന്തോന്ന് പിടിയാടാ ഇത്. ദാസൻ പറയുകയാണ്, സാറേ ഒന്നും തോന്നരുത്, ആശാൻ ഒരു താങ്ക്സ് പറഞ്ഞതാണ്. മനസ്സിലായി, ഇനി ഇങ്ങനത്തെ താങ്ക്സ് ഒന്നും ആരോടും പറയരുത്. ശ്വാസം കിട്ടുന്നില്ലെന്നേ. ഏതായാലും വണ്ടി തിരിച്ചു കിട്ടിയല്ലോ. അതിനുശേഷം കോൺസ്റ്റബിൾ കണ്ണാടിയിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. ഇതെന്തോന്ന് എഴുതിയിരിക്കുന്നത്? താങ്ക് യു എന്നോ? താങ്ക് യു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ദാസനെ നോക്കുകയാണ് വിഷ്ണു. ഇക്കാ ഞാൻ വണ്ടിയിലിരിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ദാസൻ. ദാസന്റെ പുറകെ ഓടിയ വിഷ്ണു പറയുകയാണ്, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. വീണ്ടും ആ കണ്ണാടിയിലേക്ക് നോക്കി ചിരിച്ച് സന്തോഷിക്കുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണു ശാലിനിയുടെ മുഖമാണ് ആ കണ്ണാടിയിൽ കാണുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.